എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. കുറേ നാളായി ഞാൻ വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോണത് വളരെ ഹെൽത്തി ആയിട്ടുള്ള എഗ്ലെസ് ഓട്സ് കുക്കീസാണ്. നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കണത് അവനിലാണ്. അവനില്ലാതെയും സ്റ്റൗ ടോപ്പിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഓട്സ് കുക്കീസ് എങ്ങനെയാണ് ഉണ്ടാക്കണേ കാണാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/3 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. 1/3 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 90 ഗ്രാം ഉണ്ടാവും. പിന്നീട് ഇതിലേക്ക് 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ചേർക്കുകയാണ്. ഇത് ഏകദേശം 50 ഗ്രാം വരും. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ബ്രൗൺ ഷുഗറിന് പകരമായിട്ട് സാധാരണ വൈറ്റ് ഷുഗറും എടുത്ത് ചെയ്യാം കേട്ടോ, ഒരു വിരോധവും ഇല്ല. ഞാനിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബ്രൗൺ ഷുഗർ എടുത്തത്. പിന്നെ ഇതിന് ബീറ്റർ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സാധാരണ നമ്മുടെയൊക്കെ വീട്ടിലുള്ള വിസ്ക് വെച്ചും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സൈഡ് ഭാഗത്തേക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നടുഭാഗമായിട്ട് കൊണ്ടുവരണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒരു ക്രീമി ടെക്സ്ചർ ആവണ വരെ ബീറ്റ് ചെയ്തെടുക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള കുക്കീസാണത്. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റണ ഒന്നാണ്. അതുമാത്രമല്ല നമ്മളിതിൽ പിന്നെ വേറെ മൈദ അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഒന്നും തന്നെ ഉപയോഗിക്കാതെ പ്യുവറായിട്ട് ഓട്സ് കൊണ്ട് മാത്രമാണ് ഇത് ചെയ്തെടുക്കണേ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക കേട്ടോ. അതിന് ശേഷം ഉണ്ടാക്കി നോക്കണം, ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. ഇപ്പോൾ ഇത് സ്റ്റൗ ടോപ്പിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാനായിട്ട് ഞാൻ ഇതിനു മുമ്പ് എഗ്ലെസ് ബട്ടർ കുക്കീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേട്ടോ അതിൻ്റെയും പ്രൊസീജിയർ. അത് കാണാത്തവർ അതൊന്ന് കാണുക. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പാല് നിങ്ങൾ ചേർക്കണ സമയത്ത് ഒറ്റയടിക്ക് ചേർക്കണ്ട, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് ഓട്സാണ്, ഏകദേശം 100 ഗ്രാം ഉണ്ടാവും. അടുത്തത് നമ്മളിതിലേക്ക് ചേർക്കാൻ പോണത് ഓട്സിൻ്റെ പൊടി തന്നെയാണ്. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് വെച്ചതാണ്. ഇത് ഏകദേശം 130 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആദ്യം ഞാൻ 1 കപ്പാണ് ചേർത്ത് കൊടുക്കണത്, അതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ചുകൂടെ ഓട്സിൻ്റെ പൊടി വേണം തോന്നി, അതുകൊണ്ട് ഒരു 1/4 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നാലേ നല്ല ടൈറ്റ് ഡോ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഏകദേശം 1/4 കപ്പ് ഓട്സിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. ഇനി കയ്യിൽ കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് ഗ്രീസ് ചെയ്ത ശേഷം ഇതുപോലെ ബോൾ ഷേപ്പിൽ എടുക്കുക. അതിന് ശേഷം ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാ ബോൾസും റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോ ഒട്ടണ പരുവത്തിലായി. അപ്പോൾ നിങ്ങൾ ചെയ്യണ സമയത്ത് ഓരോ ടീസ്പൂണായിട്ട് വേണം പാലൊഴിച്ച് കൊടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ഡോ ആക്കി എടുക്കാനായിട്ട് കേട്ടോ. അടുത്ത് ഞാൻ അതുപോലെ ചെറിയൊരു കയ്യിലെടുത്തിട്ടുണ്ട്, അത് ബട്ടർ കൊണ്ടൊന്ന് ചെറുതായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് പ്രസ് ചെയ്ത് പരത്താനായി നിൽക്കരുത്, കാരണം ബേക്കായി വരുന്ന സമയത്ത് ഒന്നും കൂടെ അത് നല്ല വട്ടം വയ്ക്കും. അപ്പോൾ എൻ്റെ ഈ ഡോ കുറച്ച് ഒട്ടണ പരുവത്തിലായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. നിങ്ങളുടെ ഡോ നല്ല ഡ്രൈ ആണെങ്കിൽ കൈ കൊണ്ടെല്ലാം നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ബട്ടർ കുക്കീസൊക്കെ ചെയ്ത പോലെ തന്നെയാണ് ഇതും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സ്, റേസിൻസ് അതുപോലെ തന്നെ നട്ട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിന്ന് പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി 170 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച അവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് 170 ഡിഗ്രിയിൽ തന്നെ ഒരു 20 മിനിറ്റ് സെറ്റ് ചെയ്യണം. പക്ഷേ എനിക്കിവിടെ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കുക്കീസ് എല്ലാം നല്ല രീതിയിൽ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ആറിയ ശേഷം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡ്രൈ ആവാതിരിക്കാനായിട്ട് ഞാനൊരു തുണി കൊണ്ട് കവർ ചെയ്യുകയാണ്.
നന്നായി ആറിയ ശേഷം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കുക്കി എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ കുക്കീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.